അറിയേണ്ട, മനസ്സിലാക്കേണ്ട, പഠിക്കേണ്ട, പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നാം റമദാനിൽ ഒരുപാട് നോമ്പെടുത്തു, നാം ഒരുപാട് രാത്രികാലങ്ങളിൽ നിന്ന് നിസ്കരിച്ചു, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് സ്വലവാത്തുകൾ ചൊല്ലി, ഒരുപാട് സ്വതക്കകൾ ചെയ്തു, ഒരുപാട് പേരെ നോമ്പ് തുറപ്പിച്ചു. ഈ അഅ്മാലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കണ്ടേ? വേണോ? നമ്മൾ ഈ ചെയ്യുന്ന അള്ളാഹു സ്വീകരിക്കണോ? ഞാൻ പറയാൻ പോകുന്ന ഒരു അമലുണ്ട്, അത് ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കൂ, അല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കില്ല. ഇത്രയും ചെയ്തത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ പറയും ഒരു അമൽ എന്താണ്, ആ അമൽ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു സ്വീകരിക്കുള്ളൂ, ഇല്ലെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല. ആകാശ ഭൂമികളുടെ ഇടയിൽ അത് തങ്ങി നിൽക്കും. അത് അല്ലാഹു തആല ഉയർത്തപ്പെടുകയേ ഇല്ല ഇല്ലാ ബിസകാത്തിൽ ഫിത്രി. സക്കാത്തുൽ ഫിത്ർ കൊണ്ടല്ലാതെ അള്ളാഹുവിലേക്ക് അത് എടുക്കില്ല. സക്കാത്തുൽ ഫിത്ർ, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ആരാ കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം ഒക്കെ പറഞ്ഞുതരാം, ഒക്കെ പറയാം. സമയം എടുത്തെന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ലല്ലോ, ഉണ്ടാ. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സകാത്തുൽ ഫിത്രി തുഹ്റത്തൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫതി. എല്ലാവിധ അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അശ്ലീലതകളിൽ നിന്നും നോമ്പിനെ ശുദ്ധീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സകാത്തുൽ ഫിത്ർ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ ഇമാം ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗുരുവര്യനായ മഹാനായ വഖീഅ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായിട്ട് കാണാം, നാം നിസ്കാരത്തിൽ മറന്നു പോകുമ്പോൾ സഹവിന്റെ സുജൂദ് ചെയ്യുമല്ലോ, നിസ്കാരത്തിന്റെ പിഴവുകൾക്ക് ആ സഹവിന്റെ സുജൂദ് പരിഹാരമാണ് എന്നതുപോലെ നോമ്പിൽ വന്നു പോയ പിഴവുകൾക്ക് പരിഹാരമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് മഹാനായ വഖീഅ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ സക്കാത്തുൽ ഫിത്ർ നമ്മൾ കൊടുക്കണം. ഞാൻ പാവപ്പെട്ടവനല്ലേ, ഞാൻ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണോ? ആരാ കൊടുക്കേണ്ടത്? ഇപ്പം പറഞ്ഞുതരാം. ആരാ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് ആരാ കൊടുക്കേണ്ടത്? പെരുന്നാളിന്റെ അന്നത്തെ ദിവസം അവന്റെ ചിലവും അവന്റെ ചിലവിൽ കഴിയുന്ന ആരൊക്കെയുണ്ടോ, അവന്റെ മക്കളാകാം, ഭാര്യയാകാം, മാതാപിതാക്കളാകാം, അവരുടെയൊക്കെയും ചിലവ് കഴിച്ച് ബാക്കി എന്തെങ്കിലും മിച്ചം വന്നാൽ സക്കാത്തുൽ ഫിത്ർ കൊടുക്കണം. ആരെങ്കിലും ഒഴിവാവോ? പറയും, ആരെങ്കിലും ഒഴിവാവോ? അപ്പോൾ സക്കാത്തുൽ ഫിത്ർ കൊടുക്കേണ്ട ആരാന്ന് മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിച്ച് കേൾക്കണേ, വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ശവ്വാലിന്റെ മാസപ്പിറവി ദർശിച്ചതിന് ശേഷം, ശവ്വാലിന്റെ മാസപ്പിറവി ദർശിച്ചതിന് ശേഷം ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് എന്ത് കൊടുക്കണ്ട? ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. പക്ഷേ ആ ശവ്വാൽ മാസപ്പിറവി കാണുന്നതിനൊരു അല്പം മുമ്പ് ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടിയും സക്കാത്ത് കൊടുക്കണം, ഫിത്ർ സക്കാത്ത് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇനി പിറ ദർശിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരാൾ മരണപ്പെട്ടു, എന്നാൽ അവന് വേണ്ടി എന്ത് കൊടുക്കണ്ട? ഫിത്ർ സക്കാത്ത് കൊടുക്കണ്ട. പക്ഷെ പിറ കണ്ടതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിലോ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. അപ്പം ആരാ കൊടുക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? തിരിഞ്ഞില്ലേ? ഇനി എന്താണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്? എന്താണ് ഈ ഫിത്ർ സക്കാത്ത്? എന്താ കൊടുക്കേണ്ടത്? അല്ല ചക്കയോ മാങ്ങയോ തേങ്ങയോ എന്താ കൊടുക്കേണ്ടത്? എന്താ കൊടുക്കേണ്ടത്? നമ്മുടെ നാട്ടിലെ സർവ്വസാധാരണമായി ലഭിക്കുന്ന മുഖ്യ ഭക്ഷ്യ വസ്തു എന്താണോ അതാണ് കൊടുക്കേണ്ടത്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ അരി, മനസ്സിലായില്ലേ? അരി എന്ന് പറഞ്ഞാൽ നല്ല അരി കൊടുക്കണേ, തീരെ ക്വാളിറ്റി ഇല്ലാത്ത അരിയൊക്കെ കൊടുക്കരുത്. ഇബാദത്തല്ലേ, നല്ല അരി കൊടുക്കണം. മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി എത്ര കൊടുക്കണം, എത്രയാ കൊടുക്കുക? ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. എത്രയാ കൊടുക്കേണ്ടത്? 4 മുത്ത് അരിയാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ എന്ത് 4 മുത്ത് ഒരു സ്വാഴ്, എന്താ സാധനം അല്ലേ? അതായത് മിതമായ 2 മുൻകൈ ചേർത്ത് പിടിച്ച് കോരിയെടുത്താൽ അതിന് പരമാവധി കൊള്ളുന്ന അരി എത്രയാണോ അതാണ് ഒരു സ്വാഴ്. വലിയ കൈയല്ല, ചെറിയ കൈയുമല്ല, മിതമായ അങ്ങനത്തെ 4 മുത്ത്, അതാണ് ഒരു സ്വാഴ്. ഒരു കൈ കോരിയെടുക്കുന്നത് ഒരു മുദ്ദ്. അങ്ങനെയുള്ള 4 മുദ്ദായപ്പോൾ എത്രയായി? ഒരു സ്വാഴ് എന്ന് പറഞ്ഞാൽ അതിൽ കണക്ക് നമുക്ക് കറക്റ്റ് കിട്ടൂല. എന്നാൽ ഇതിന് കൃത്യമായ ഒരു തൂക്കം പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. കാരണം ചില അരികൾക്ക് വെയിറ്റ് കൂടുതലാണ്, ചില അരികൾക്ക് അതിൻ്റെ കിലോഗ്രാം കൂടുതലായിരിക്കും, ചിലത് കുറവായിരിക്കും, അങ്ങനെയൊക്കെ വരും. അങ്ങനെ പല അരികളും തൂക്കി നോക്കുമ്പോൾ പല രീതിയിലൊക്കെയാണ് വരുന്നത്, പല രീതിയിലാണ് വരുന്നത്. ചിലത് 2 കിലോ 500 ഗ്രാം, ചിലത് 2 കിലോ 600 ഗ്രാം, ചിലത് 750 ഗ്രാം, 850 ഗ്രാം, 900, ഇങ്ങനെ വരും. അപ്പോൾ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 3 കിലോ അങ്ങ് കൊടുത്തേരെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 3 കിലോ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഒരു 3 കിലോ അങ്ങ് കൊടുത്തേ. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ.
ഇനി അതിൻ്റെ തുല്യമായ പൈസ കൊടുത്താൽ മതിയോ? അതൊക്കെ പലർക്കുള്ള സംശയങ്ങളാണ്. ഫിത്ർ സക്കാത്തിൻ്റെ പൈസ കൊടുത്താൽ മതിയോ? പറ്റൂല. അരി തന്നെ കൊടുക്കണം. മനസ്സിലായോ? അരി തന്നെ കൊടുക്കണം. ഇനി ആർക്ക് കൊടുക്കണം? ആർക്കാ കൊടുക്കേണ്ടത്? ദരിദ്രന്മാർ, അഗതികൾ, പുതിയ മുസ്ലിമീങ്ങൾ, അതുപോലെ കടം കൊണ്ട് വലഞ്ഞു കഴിയുന്നവർ, യാത്രക്കാർ, ഇങ്ങനെയുള്ളതിൽ നമ്മുടെ നാട്ടിലുള്ള ഏതാണെന്ന് നോക്കിയിട്ട് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. നമ്മുടെ അയൽവാസികൾ തന്നെ പലരും കാണും. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായോ? ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത്? ഫിത്ർ സക്കാത്ത് എപ്പോഴാണ് കൊടുക്കേണ്ടുന്നത്? ഏറ്റവും ശ്രേഷ്ഠമായ സമയം എന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ മാസപ്പിറവി ദർശിച്ച സമയം മുതൽ, ശവ്വാലിൻ്റെ മാസപ്പിറവി ദർശിച്ചത് മുതൽ, പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ മഗ്‌രിബ് മുതൽ. മനസ്സിലായോ? ഏത് സമയം വരെ? പെരുന്നാൾ ദിവസം നിസ്കാരത്തിനായി പള്ളിയിൽ വരുന്ന സമയം വരെ. ഇതാണ് ശ്രേഷ്ഠമായ സമയം. രാത്രി നമ്മൾ എന്തിനെല്ലാം കറങ്ങി നടക്കുന്നു? ഇറച്ചി വാങ്ങിക്കാനും പൊറോട്ട വാങ്ങിക്കാനും ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ? ആ പോകുന്ന വഴിയിൽ കൊണ്ട് കൊടുക്ക്. ശ്രേഷ്ഠമായ സമയം അപ്പോഴാണ്. ഇനി റമദാന്റെ തുടക്കം പോലെ കൊടുക്കാമോ? കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഷാഫി മദ്ഹബ് പ്രകാരം കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാലും ചില മദ്ഹബിൽ, മാലിക്കി മദ്ഹബാണെന്നാണ് എൻ്റെ ഓർമ്മ, മാലിക്കി മദ്ഹബ് പ്രകാരം അത് കൊടുക്കൽ കറാഹത്താണെന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായിരുന്നാലും പെരുന്നാളിനോട് അടുത്ത് കൊടുക്ക്. പെരുന്നാളിൻ്റെ മാസപ്പിറവി ദർശിച്ച സമയം മുതൽ കൊടുക്ക്. റമദാൻ മുതൽ തുടക്കം മുതൽ കൊടുക്കുന്നു പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല. ഷാഫി മദ്ഹബ് പ്രകാരം കുഴപ്പമില്ല. എന്നാലും പെരുന്നാളിൻ്റെ പിറവി ദർശിച്ച സമയം മുതൽ പെരുന്നാൾ നിസ്കാരം വരെയാണ് ശ്രേഷ്ഠമായ സമയം. ആ സമയത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരുമാറാകട്ടെ. ഇനി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ അത് കറാഹത്താണ്. ഇനി ആ പെരുന്നാളിൻ്റെ പകലും കഴിഞ്ഞു പോയാൽ അത് ഹറാമാണെന്ന് പോലും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അതുപോലെ സക്കാത്തുൽ ഫിത്ർ കൊടുക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിയ്യത്ത്. ഷാഫി മദ്ഹബ് പ്രകാരം എല്ലാ വിഷയത്തിലും നിയ്യത്ത് വേണം. നിസ്കാരത്തിലും വേണം നിയ്യത്ത്, നോമ്പിലും വേണം നിയ്യത്ത്. ഈ നിയ്യത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, നാവ് കൊണ്ട് പറയല. ഒരിക്കലും നാവ് കൊണ്ട് പറയലല്ല നിയ്യത്ത്. നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്, ഹൃദയം കൊണ്ട് കരുതൽ ഫർളാണ്. റമദാനിലൂടെ ഉസ്താദിരുന്ന് പറഞ്ഞു തരും, നവൈത്തു സൗമഹദിനാണ് അതായി. നമ്മളവിടെ പറയുന്നത് നമ്മളും അതുപോലെ പറയും. വേറെ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്നാണ് പറയുന്നത്. മനസാന്നിധ്യത്തോടു കൂടി പറയണം. അല്ലെങ്കിൽ നോമ്പ് പാഴാൻ, നിസ്കാരം പാഴാൻ, സക്കാത്തുൽ ഫിത്ർ പാഴാൻ. ഹൃദയം കൊണ്ട് കരുതണം. ഇതെൻ്റെ സക്കാത്തുൽ ഫിത്റാണെന്ന്. അള്ളാഹു കാര്യങ്ങൾ പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പോൾ ഹൃദയം കൊണ്ട് കരുതലാണ് നിയ്യത്ത്. മനസ്സിലായോ? ഹൃദയം കൊണ്ട് കരുതലാണ് നിർബന്ധമായത്. നാവ് കൊണ്ട് പറയൽ സുന്നത്താണ്. മനസ്സിലാവുന്നുണ്ടോ? നാവ് കൊണ്ട് പറയൽ സുന്നത്ത്, ഹൃദയം കൊണ്ട് കരുതൽ ഫർളാണ്. അള്ളാഹു പഠിക്കാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. ഇനി